നമസ്കാരം. അന്തമി പാഠശാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നവോത്ഥാനമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നോക്കാം. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. അപ്പോൾ കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് ജനിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെടുന്നവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പോൾ അയിത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിക്കാനായിട്ട് അദ്ദേഹം കിണറുകളാണ് സ്ഥാപിച്ചത്. ഈ കിണറുകളെ മണിക്കിണറുകളെന്നും അതുപോലെ തന്നെ സ്വാമി കിണറുകൾ എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ മണിക്കിണറുകൾ സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അയിത്തത്തിനെതിരായിട്ടാണ് ഈ കിണറുകൾ സ്ഥാപിച്ചത്. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ഏതാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അപ്പോൾ സമപന്തി ഭോജനം ആരാണ് സംഘടിപ്പിച്ചത്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠത്തിലിരിക്കുന്ന ആളിന് എല്ലാവരും സമന്മാരാണ്. അപ്പോൾ അങ്ങനെ സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. ഓക്കെ. കൂടാതെ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി, ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടനയും സ്ഥാപിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ചതാണെന്ത്? സമത്വ സമാജം. സമപന്തി ഭോജനം, സമത്വ സമാജം. അപ്പോൾ മേളിലുള്ള ആൾക്ക് എല്ലാവരും സമന്മാരാണ് അല്ലേ? അപ്പോൾ വൈകുണ്ഠത്തിലുള്ള ആളിന് സമപന്തിയുമാണ്, സമത്വ സമാജവും. അപ്പം രണ്ടും സമമാണ്. അപ്പം അങ്ങനെ ഓർത്തു വെക്കുക. പിന്നീട് തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. അപ്പോൾ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളുടെയാണ്. പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീച ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠസ്വാമികളായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അതായത് ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ്. കന്യാകുമാരിയിലാണ് ജനിച്ചത്. പിന്നെ മണിക്കിണറുകൾ സ്ഥാപിച്ചു. സമപന്തി ഭോജനം, സമത്വ സമാജം, വേല ചെയ്താൽ കൂലി കിട്ടണം, ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്ന പ്രയോഗിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ പഠിച്ചു വെക്കുക. ഇനി ഓരോ ദിവസം നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. താങ്ക് യു സോ